നമസ്കാരം. രാജ്യത്ത് ഏറെ വിവാദങ്ങൾക്ക് നടുവിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ്. വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായി തന്നെ രാജ്യത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായിട്ട് കഴിഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ അത് ഇന്നും അവസാനിച്ചിട്ടില്ല. ഇത്രയും വലിയ രീതിയിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും മഹായുതി സഖ്യം എങ്ങനെ ഇത്തരത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിൽ എത്തിയെന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കുമെല്ലാം തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഫലത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ബാലറ്റ് പെട്ടിയിൽ അനൗദ്യോഗിക വോട്ടെടുപ്പിന് ഇപ്പോൾ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്രയിലെ മർക്കത്ത്വാടി ഗ്രാമം. മഹാരാഷ്ട്രയിലെ സോലാപൂരിലെ മർക്കത്ത്വാടിയിൽ നിന്നും ഇന്നാണ് അനൗദ്യോഗിക വോട്ടെടുപ്പ് നടക്കുക. മഹാവികാസ് അഘാടി പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM ഫലങ്ങളിൽ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മർക്കത്ത്വാടിയിൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഒരുങ്ങുന്നത്. സോലാപൂരിലെ മത്സിറാസ് അസംബ്ലി മണ്ഡലത്തിന് കീഴിലാണ് മർക്കത്ത്വാടി ഗ്രാമം വരുന്നത്. മഹാവികാസ് അഘാടിയിലെ ഉത്തമറാവു ജങ്കാർ അതുപോലെ തന്നെ BJPയുടെ മുൻ MLA റാം സത്പുതയെ ഇവിടെ പരാജയപ്പെടുത്തിയിരുന്നു. NCPയിലെ ശരത് പവാർ വിഭാഗം ഇവിടെ വിജയിച്ചുവെങ്കിലും മർക്കത്ത്വാടിയിൽ BJP സ്ഥാനാർത്ഥിക്കായിരുന്നു ലീഡ്. എന്നാൽ EVM ഫലങ്ങൾ ശരിയല്ല എന്ന നിലപാടിലായിരുന്നു ഇവിടുത്തെ മഹാവികാസ് അഘാടി പ്രവർത്തകർ. ഇതിൽ പ്രതിഷേധിച്ചാണ് മഹാവികാസ് അഘാടി പ്രവർത്തകർ ഇവിടെ അനൗദ്യോഗികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ബാലറ്റിൽ നടത്തുവാനായിട്ട് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിനിടെ അനൗദ്യോഗിക വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാൻ സോലാപൂർ ഭരണകൂടം ഗ്രാമീണരിൽ ചിലർക്ക് നോട്ടീസുകൾ നൽകിയതായിട്ടും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷ സാധ്യത ചൂണ്ടിക്കാണിച്ചാണ് ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മുൻകരുതൽ നടപടിയായിട്ടും ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്രമസമാധാനപരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് നയിക്കുന്ന നടപടികൾ ഒഴിവാക്കാനായിട്ടും ഭരണകൂടം ഗ്രാമവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സോലാപൂർ SP അതുൽ കുൽക്കർണിയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഗ്രാമത്തിലെ ഭൂരിപക്ഷം പേരും മഹാവികാസ് അഘാടിയുടെ അനുഭാവികളാണെന്നാണ് ഗ്രാമവാസികളായിട്ടുള്ള MPA പ്രവർത്തകർ, മഹാവികാസ് അഘാടി പ്രവർത്തകർ അവകാശപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥിക്ക് 843 വോട്ടുകൾ മാത്രമാണ് കിട്ടിയതെന്നും എന്നാൽ BJP സ്ഥാനാർത്ഥി സത്പുട്ടിനാകട്ടെ 1003 വോട്ടുകൾ ലഭിച്ചുവെന്നും ഗ്രാമീണർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കണക്ക് വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവരുടെ പക്ഷം. അതുകൊണ്ടാണ് ഇന്ന് ഡിസംബർ 3-ാം തീയതി ബാലറ്റ് പേപ്പറിൽ പോളിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഗ്രാമീണരെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത്. മത്സിറാസ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും അതോടൊപ്പം തന്നെ ഫോട്ടോയും അടങ്ങിയ ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കാനായിട്ട് ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതായിട്ടാണ് ഗ്രാമീണർ പറയുന്നത്. അനൗദ്യോഗിക തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാനായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഗ്രാമീണർ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ഈ അഭ്യർത്ഥന അത് നിരസിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. മർക്കത്ത്വാടിയിലെ 3 ബൂത്തുകളിലെയും പ്രക്രിയ സുതാര്യമായിരുന്നുവെന്നും ഡാറ്റയിൽ പൊരുത്തക്കേട് ഒന്നുമില്ല എന്നുമാണ് മത്സിറാസ് നിയമസഭാ മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ വിജയ് പങ്കാർക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഗ്രാമത്തിൽ നിന്നുള്ള അനൗദ്യോഗിക വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്നാണ് ഗ്രാമത്തിലെ BJP പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്രാമത്തിലെ ബാക്കിയുള്ളവരെ വിശ്വാസത്തിലെടുക്കാതെ കുറച്ചു പേരാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വീണ്ടും ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളിത് ബഹിഷ്കരിക്കുമെന്നാണ് BJPയുടെ നിലപാട്. എന്തായാലും ഇന്നാണ് ആ വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നറിയാം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നെല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫലത്തോടു കൂടി തന്നെ നമുക്ക് അതിനൊരു ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.